ഈ PM ശ്രീയുടെ ഭാഗമായിട്ടാണ് പൈസ കൈപ്പറ്റിയത് 92 മന്ത്രി പറഞ്ഞത്. ഇനി അതിൻ്റെ അകത്ത് അവകാശ ലംഘനത്തിന് വേണം റിപ്പോർട്ട് കൊടുക്കാം, നോട്ടീസ് കൊടുക്കാം. അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് സംസ്ഥാന സർക്കാർ 23 അതിൻ്റെ മലയാള പരിഭാഷയാണ് കേട്ടോ, 23/10/2025 PM ശ്രീയിൽ ഒപ്പിട്ടു. കുട്ടികളുടെ വിശാല വിദ്യാഭ്യാസ ആവശ്യാർത്ഥം 99.27 കോടി രൂപ അനുവദിച്ചു. അത് PM ശ്രീയുടെ ഭാഗമായിട്ടാണെന്നാണ് കേന്ദ്രമന്ത്രി ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അത് SSK keeping in the view larger perspectives as well, the educational needs of state children 99.27 crore has been released as a central share of ചോദിക്കാം. ശ്രീ അരുൺകുമാർ, ആ ലഭിച്ച 92 കോടി SSK ഫണ്ടായിരുന്നോ PM ശ്രീ ഫണ്ടായിരുന്നോ? അല്ല, അദ്ദേഹത്തോട് മറ്റേ കാര്യം ചോദിക്കണം. പിന്മാറാൻ പറ്റുമെന്ന് ഒരു പോയിന്റ് അദ്ദേഹം പറയട്ടെ, അതൊന്ന് കാണിക്കാൻ പറയും. ആര്യ, താങ്കൾ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു. കോൺഗ്രസിന്റെ പ്രതിനിധിയും മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയും അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറഞ്ഞ് തെന്നി പോകുന്ന കാഴ്ച കണ്ടു. അതിനിടയിൽ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു, ഇന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തന്ന ഞാൻ ചർച്ച നിർത്തി, ഇനി പൊതുപ്രവർത്തനം തന്നെ, ഇനി ഒരിക്കലും ചർച്ചയ്ക്ക് വരാത്ത തരത്തിൽ പോയിക്കോളാന്ന്. നിങ്ങളൊന്നും അങ്ങനെ പോകരുത്, നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകണം. ഇന്നലെ മുതൽ കോൺഗ്രസിന്റെ ചില ഔദ്യോഗിക പ്രതിനിധികൾ മുങ്ങി. അതായത് ഞാൻ പങ്കെടുത്ത ചർച്ചയിലടക്കം 5 മിനിറ്റ് മുമ്പ് വരില്ലെന്ന് പറഞ്ഞ് മുങ്ങി. അപ്പോൾ താങ്കളെ കൂട്ടുള്ള ആളുകൾ വന്നിരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകണം എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം കഴിഞ്ഞ 75 ദിവസത്തിനുള്ളിൽ എത്ര യൂട്ടേണുകളാണ് കേരളം കണ്ടത്. അതിൽ ഏറ്റവും വലിയ യൂട്ടേണുകളാണല്ലോ ഇപ്പൊ ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ലൈഫ് ലോഗോയുടെ ഭാഗമായിട്ടും അതുപോലെ തന്നെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടും എല്ലാം നമ്മൾ കാണുകയാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്താണ് കരാർ, എന്താണ് ധാരണാപത്രം? കരാർ ഒപ്പിട്ടാൽ, ഇപ്പൊ വിഴിഞ്ഞം കരാർ മുൻ ഗവൺമെന്റ് ഒപ്പിട്ടു, LDF ഗവൺമെന്റ് വന്നപ്പോൾ ആ കരാറായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. ഇത് ധാരണാപത്രമാണ്, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്. ഇപ്പൊ 2 ചോദ്യങ്ങൾ ഉത്തരം കിട്ടിയില്ലോ. ഒന്ന് ജബി മേത്തറുടെ വിശദമായ ചോദ്യത്തിന് കിട്ടിയ മറുപടി, നിങ്ങളുടെ MP അല്ലേ മിസ്റ്റർ. അതുപോലെ തന്നെ PV അബ്ദുൾ വഹാബ്, നിങ്ങളുടെ MP അല്ലേ മിസ്റ്റർ. ഈ 2 ചോദ്യത്തിന് കിട്ടിയ കൃത്യമായിട്ടുള്ള ഉത്തരം. ഇന്ന് ജയന്ത് ചൗധരിയുടെ മറുപടി എന്താ? ഒന്ന്, PM ശ്രീയിൽ കേരളം ഒപ്പിട്ടിട്ടുണ്ടെങ്കിലും PM ശ്രീയുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല. കഴിഞ്ഞ 6 മാസമായി നമ്മുടെ മുന്നിലുണ്ടല്ലോ, ഒറ്റ സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുത്തില്ല. അതുപോലെ അനുബന്ധമായി ചെയ്യേണ്ട കരാറിലെ കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടില്ല. ആ 20-ാം ദിവസം കൊടുത്ത ക്യാപ്റ്റൻ അഭയൻ അങ്ങനെ നിൽക്കുന്നു. എനിക്കൊന്ന് ഒരു മിനിറ്റ് സമയം തരണം. നേരത്തെ ശ്രീ വസന്ത് സിലേക്ക് പറഞ്ഞത് പച്ചക്കള്ളമാണ്. ആ സെന്റൻസ് ഒന്നും ഞാൻ അത് എടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നമുക്ക് എല്ലാ വരിയും ഇപ്പം നമുക്ക് ഓർമ്മയുണ്ടാകണമെന്നില്ലല്ലോ. PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആ പണം കൊടുത്തതെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പാർലമെന്റിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കണമെന്ന് പറയാം. ആ സെന്റൻസ് ഒന്ന് മുഴുവൻ വായിച്ചേ. അല്ല ആര്യ, അതിന് ഉത്തരം ഞാൻ പറയാം. പറഞ്ഞത് അങ്ങനെ തന്നെയാ ഞാൻ പറഞ്ഞു. ഞാൻ വായിക്കാലോ ഇംഗ്ലീഷിലുള്ള വാചകം മലയാളത്തിൽ ഞാൻ വായിക്കാം. By transparent challenge mode of the selection of PM Shri schools, keeping in the view larger perspective as well as the educational needs of the state children, 99.27 crore has been released as the central share of RT entitlement component of some SSK. അപ്പോ അരുൺ ഈ ചർച്ച എനിക്ക് സമയം തരണേ. അല്ലല്ല, ഒരു പച്ചക്കള്ളല്ല, അരുൺകുമാറാണ് ശുദ്ധ നുണ വിളിച്ചു പറഞ്ഞത്. SSK ഫണ്ട് കിട്ടണമെങ്കിൽ PM ശ്രീയിൽ ഒപ്പിടണമെന്ന് ഈ ചർച്ചയിലെ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ശ്രീ അരുൺകുമാറാണ്. ആ അരുൺകുമാറിന്റെ വാദത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. SSK ഫണ്ട് കിട്ടണമെങ്കിൽ PM ശ്രീയിൽ ഒപ്പിടണമെന്ന് പറഞ്ഞത് അരുൺകുമാറാണ്. അല്ലല്ല, അത് അരുണിനോട് ചോദിച്ചാൽ മതി. അരുണിനോട് ചോദിക്കൂ. അരുൺ പറഞ്ഞത് SSK ഫണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ PM ശ്രീയിൽ ഒപ്പിടണമെന്നാണ്. ജയൻ ചൗധരി പറഞ്ഞിരിക്കുന്നത് SSK ഫണ്ടാണ്. പക്ഷേ അതൊറ്റ ലൈനിലാണ് ജയൻ ചൗധരിയുടെ ഉത്തരവുള്ളത്. PM ശ്രീയിൽ ഒപ്പിട്ടതിനാൽ SSK ഫണ്ട് RT എൻടൈറ്റിൽമെന്റ് ഞങ്ങൾ റിലീസ് ചെയ്തു. അപ്പൊ അരുണിന്റെ വാദം ശരി, ഈ റിപ്പോർട്ട് പ്രകാരം അരുണിന്റെ വാദം കൃത്യമാണ്. കാരണം അരുൺ പറഞ്ഞത് SSK ഫണ്ട് കിട്ടണമെങ്കിൽ PM ശ്രീയിൽ ഒപ്പിടണമെന്നാണ്. ജയൻ ചൗധരി പറഞ്ഞിരിക്കുന്നത് PM ശ്രീയിൽ ഒപ്പിട്ടുകൊണ്ട് ഞങ്ങൾ SSKയുടെ 99
ലൈൻ കൊടുത്തു എന്നാണ്. അപ്പൊ ഇവിടെ എവിടെയാണ് ഞാൻ കള്ളം പറഞ്ഞത്? ഇവിടെ എവിടെയാണ് ക്ലാരിറ്റിയുടെ ഇഷ്യൂ ഉള്ളത്? താങ്കൾ നേരത്തെ എന്നോട് പറഞ്ഞത് പാർലമെന്റിൽ മഴക്കാർ കാണുന്നതിന് മുമ്പ് കൊടയെടുത്ത് ഇറങ്ങല്ലേ ആര്യ? മഴക്കാർ കാണുന്നതിന് മുമ്പ് കൊടയെടുത്ത് ഇറങ്ങല്ലേ? താങ്കൾ കൃത്യമായി പറഞ്ഞത് 99 കോടി രൂപ നൽകിയത് PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ടാണെന്നാണ്. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പറഞ്ഞത് എന്താണ്? അല്ല, അത് സമഗ്ര ശിക്ഷാ അഭിയാൻ ഫണ്ടാണ് എന്നാണ് പറഞ്ഞത്. ആണ്? അല്ല 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 അവർ കൃത്യമായി പറയുന്നുണ്ട്. PM ശ്രീയിൽ കേരളം ഒപ്പിട്ടു. PM ശ്രീയിൽ കേരളം ഒപ്പിട്ടതിനാൽ സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഫണ്ട് റിലീസ് ചെയ്തു എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് പിണറായി വിജയൻ പറയുന്നത്, അത് തന്നെയാണ് അരുൺകുമാർ പറയുന്നത്, അത് തന്നെയാണ് AR റഹീം പറയുന്നത്, അത് തന്നെയാണ് ബ്രിട്ടാസും പറയുന്നത്. ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അവരുടെ വിഷയമാണ് ഞാൻ പറഞ്ഞത്. ഇനി രണ്ടാമതായി ഒരു പ്രശ്നം ഞാൻ പറഞ്ഞത് തമിഴ്നാടിന് കോടതിയിൽ പോയി അത് മേടിക്കാൻ പറ്റി. അപ്പോ എന്തുകൊണ്ട് അന്നത്തെ കേരള ഗവൺമെന്റിന് പോകാൻ പറ്റില്ല എന്നാണ് എന്റെ ചോദ്യം. ഇന്നത്തെ ഗവൺമെന്റ് ഞാൻ താങ്കളോട് ചോദിക്കുന്നു, എന്തുകൊണ്ട് VD സതീശൻ സർക്കാർ ആ ആർജവം കാണിക്കുന്നില്ല എന്ന്? നാലാമത്തെ തവണ ഞാൻ അങ്ങോട്ട് പറയുന്നു, അതിനുവേണ്ടിയാണ് മിനിസ്ട്രിയൽ സബ് കമ്മിറ്റിയെ വെച്ചിരിക്കുന്നതെന്ന്. അതിനു മുൻപ് എന്തിനാണ് നിങ്ങളുടെ UDF കൺവീനർ വന്ന് ഞങ്ങൾ സ്കൂളുകൾ നോക്കുകയാണെന്ന് പറഞ്ഞത്? ഇതിപ്പോ നമ്മൾ പറഞ്ഞു തന്നെ ഇങ്ങനെ റിപ്പീറ്റ് മോഡിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആളുകൾ അല്ല. യെസ്, അതിൽ കൃത്യമായി ശ്രീ UDF കൺവീനർ വളരെ കൃത്യമായി ഇന്ന് തന്നെ അദ്ദേഹം ഇന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വളരെ കൃത്യമാണ്. 24 മണിക്കൂറിൽ ഒരു യൂട്ടേണും അല്ല അതെ ഇല്ലെന്നേ. അതെന്തിനാ സമ്മതിക്കുന്നത്? അദ്ദേഹം പറഞ്ഞത് ആസ് ഓഫ് നൗ ഇതാണ് ഇതിന്റെ സ്റ്റാറ്റസ് കോ, മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റും എന്നാണ് പറഞ്ഞത്.